ഗുഡ് ഈവനിങ് ഓൾ. ഓക്കെ, അപ്പോൾ ഇന്ന് നമുക്ക് ഒരു അതായത് രണ്ടാമത്തെ സെക്കൻഡ് സെക്ഷനിൽ മാർക്കറ്റ് നല്ല പോലെ ഒരു ഫോളാണ് തന്നതല്ലേ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ഒരു ബാങ്ക് നിഫ്റ്റിയുടെ നമുക്ക് ലെവൽസ് നോക്കാം. ഓക്കെ, ഇന്നലെ മാർക്ക് ചെയ്ത ലെവൽസാണ് ഇവിടെ നമുക്കിപ്പം പ്ലോട്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ ഈ ലെവൽസിൽ തന്നെ നമുക്ക് ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു റെഡ് ലൈൻ, അതായത് ചെറിയൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയിരുന്നു എന്ന്. ഓക്കെ, ആ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങിൽ നമുക്ക് പ്രത്യേകിച്ച് കാര്യമായിട്ടൊന്നും ഇന്ന് നമുക്ക് നമ്മുടെ ലൈൻസും കാര്യങ്ങളൊന്നും സ്വീപ്പായിട്ടില്ല. ഓക്കെ, പക്ഷേ നമുക്ക് ഒരു അപ്സൈഡിലുള്ള ഇന്നലെ പ്ലോട്ട് ചെയ്തേക്കുന്ന ആ ഒരു ലിക്വിഡിറ്റി ലെവൽ ഇന്നലെ ഇന്ന് സ്വീപ്പ് ചെയ്തായിരുന്നു. ആ ഒരു സ്വീപ്പ് ചെയ്തതിന് ശേഷം നമുക്കൊരു നിഫ്റ്റിയിലൊരു പുട്ട് എൻട്രി ഉണ്ടായിരുന്നു. ഓക്കെ, പി എൻട്രി ഉണ്ടായിരുന്നു. സെയിം അതുപോലെ തന്നെ ഇന്ന് ബാങ്ക് നിഫ്റ്റി ആണ് നോക്കുമ്പോഴും സെയിം ഇതുപോലെ, അതായത് ഇന്നലെ മാർക്ക് ചെയ്തേക്കുന്ന ആ ഒരു ഹൈ ആണ് നമ്മൾ മാർക്ക് ചെയ്തത്, സ്വിംഗ് ഹൈ ആണ് മാർക്ക് ചെയ്തേക്കുന്നത്. ഓക്കെ, അത് ജസ്റ്റ് സ്വീപ്പ് ആയതിനു ശേഷം അവിടുന്ന് ഒന്ന് ഒരു നല്ലൊരു ഫോള് കാര്യങ്ങൾ മാർക്കറ്റ് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എത്രത്തോളമാണ് നമ്മുടെ ആ ഒരു ലെവൽസ് കാര്യങ്ങളെന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് നാളത്തെ ഒരു ഇമ്പോർട്ടൻ്റ് ലെവൽസ് നോക്കുമ്പോൾ നിഫ്റ്റി ആണെങ്കിൽ നമുക്ക് ഇന്നത്തെ സ്വീപ്പായ ലെവൽസ് കാര്യങ്ങളൊക്കെ എങ്ങ് മാറ്റാം. ഓക്കെ, അപ്പം നോക്കുമ്പോഴത്തേക്കിന് നമുക്ക് നിഫ്റ്റിയുടെ ആണെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെവൽസ് എന്ന് പറയുന്നത് ഇത് തന്നെ നമുക്ക് മാർക്ക് ചെയ്യാം. അതായത് ഇന്നത്തെ ഡേ ഹൈ. ഓക്കെ, 24,968. ഓക്കെ, മാർക്കറ്റ് ഇതുവരെയായിട്ടും 25,000 മുകളിൽ സസ്റ്റെയിൻ ചെയ്തിട്ടില്ല. ഓക്കെ, ക്രോസ് ചെയ്തിട്ടില്ല. അപ്പം 25,000 ഒരു റെസിസ്റ്റൻസ് സോണായിട്ട് തന്നെ മാർക്കറ്റിൽ കിടക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ പിന്നെ നമുക്ക് ഇന്നലെ മാർക്ക് ചെയ്തേക്കുന്ന ആ ഒരു ലോ തന്നെ നമുക്ക് നാളത്തേക്ക് കൺസിഡർ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ രണ്ട് ലെവൽസ് നാളത്തെ മാർക്കറ്റിൽ കൺസിഡർ ചെയ്യാം. ഓക്കെ, 24,758 24,774. ഓക്കെ, പിന്നെ നമുക്ക് മാർക്കറ്റിൽ മെയിനായിട്ട് നമുക്ക് നോക്കേണ്ട ഒരു ലെവൽ എന്ന് പറയുന്നത് ഓക്കെ ഈ ഒരു ലെവലും കൂടെ നമുക്ക് മാർക്ക് ചെയ്യാം. ഓക്കെ, ഈ ഒരു ലെവലും കൂടെ മാർക്കറ്റിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആക്ട് ആവാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു ലെവലും കൂടെ, അതായത് 24,796. ഓക്കെ, ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ 24,750 to 24,800 എന്ന് പറയുന്ന ലെവലിൽ നല്ലൊരു സപ്പോർട്ട് സോണാണ്. ഓക്കെ, അപ്പോൾ അത് നമുക്ക് മെയിനായിട്ട് എന്തായാലും ഒന്ന് കൺസിഡർ ചെയ്യാം. ഓക്കെ, ഒരു നല്ല ലിക്വിഡിറ്റി ലെവൽസ് കാര്യങ്ങളൊക്കെ ആ ഒരു റേഞ്ചിലുണ്ട്. അപ്പോൾ പിന്നെ നമുക്കിനി നിഫ്റ്റിയുടെ ഇത്രയാണ് നാളത്തേക്കുള്ള ഇമ്പോർട്ടൻ്റ് ലെവൽസ്. ഓക്കെ, അപ്പം നാളെ ഒരു ഗ്യാപ്പ് ഡൗൺ ആണ് എന്ന് നോക്കുമ്പോഴത്തേക്കിന് നാളത്തെ ആ ഒരു ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ് നോക്കിയിട്ടായിരിക്കും ഞാൻ ഒരു എൻട്രി. ഓക്കെ, ഇന്നത് എത്രയും നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല, കാരണം മാർക്കറ്റിൽ ഒരു ലാസ്റ്റ് ഒരു 2:30 കഴിഞ്ഞപ്പോഴത്തേക്കും നല്ലൊരു വൺ സൈഡഡ് ഫോളാണ് തന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നാളെ മാർക്കറ്റിൽ എന്തായിരിക്കും എന്ന് നമുക്ക് അങ്ങോട്ട് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ എന്നാലും നമുക്ക് നാളത്തെ ഒരു ഓപ്പണിംഗ് വെച്ചിട്ട് ഏത് ലിക്വിഡിറ്റിയാണ് സ്വീപ്പ് ചെയ്യുന്നത് നമുക്ക് അതിനനുസരിച്ചുള്ള ഒരു ട്രേഡ് കാര്യങ്ങൾ നമുക്ക് എൻട്രി ചെയ്യാവുന്നേ ഉള്ളൂ. ഓക്കെ, അപ്പം നാളത്തെ ബാങ്ക് നിഫ്റ്റി നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് ഇന്നത്തെ ആ ഒരു ബാങ്ക് നിഫ്റ്റിയുടെ ആ ഒരു ലൈൻ കാര്യങ്ങൾ നമുക്കൊന്ന് ഡിലീറ്റ് ചെയ്തേക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ബാങ്ക് നിഫ്റ്റി നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാങ്ക് നിഫ്റ്റിയിലും നമുക്ക് സെയിം. ഓക്കെ, ഓക്കെ, ബാങ്ക് നിഫ്റ്റിയിലും 51,136 to 51,260 എന്ന് പറയുന്നത് നല്ലൊരു ലിക്വിഡിറ്റി ഏരിയയാണ്. ഓക്കെ, ഒരു സപ്പോർട്ട് സോണായിട്ട്, അതായത് ഒരു സപ്പോർട്ട് സോണായിട്ട് ആക്ട് ചെയ്യാൻ നല്ല പോസിബിലിറ്റി ഉണ്ട്. പിന്നെ നമുക്ക് അപ്സൈഡിൽ വരുന്നതെന്ന് പറയുന്നത് 51,957. ഓക്കെ, നിയർലി ആ ഒരു ഏരിയയും നാളെ ബാങ്ക് നിഫ്റ്റിയുടെ എക്സ്പയറിയും കൂടെയാണ്. അപ്പം നാളത്തെ ഓപ്പണിംഗ് വെച്ചുകൊണ്ടായിരിക്കും ഞാൻ ബാങ്ക് നിഫ്റ്റി ട്രേഡ് കാര്യങ്ങളൊക്കെ റെഡിയാക്കുന്നത്. ഓക്കെ, നാളത്തെ ലെവൽസ് കാര്യങ്ങളൊക്കെ നോക്കിയിട്ടായിരിക്കും ബാങ്ക് നിഫ്റ്റിയിൽ ഞാൻ എൻട്രി ചെയ്യുന്നത്. ഓക്കെ, പിന്നെ നമുക്ക് മെയിനായിട്ടും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു ഏരിയാസിൽ മാത്രം വരുമ്പോഴത്തേക്കും ട്രേഡ് എടുക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. കാരണം ആ ഒരു ഏരിയാസിലാണ് നിങ്ങൾക്കിപ്പം ലാസ്റ്റ് 1 week 2 weeks ആയിട്ട് ഇപ്പോൾ നോക്കി കഴിയുമ്പോൾ അറിയാം ഈ ഒരു ഏരിയയിൽ വരുമ്പോഴത്തേക്കിന് എങ്ങനെയാണ് മാർക്കറ്റ് റിയാക്ട് ചെയ്യുന്നതെന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാം. ഓക്കെ, അങ്ങനെ നിങ്ങൾക്കൊരു സ്ട്രാറ്റജി ബിൽഡ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ, ഞാനപ്പോൾ ഇന്നത്തെ ഒരു ലൈവ് ട്രേഡിംഗ് സെഷൻസ് ഞാനൊന്ന് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഫസ്റ്റ് ട്രേഡ് എനിക്ക് സ്റ്റോപ്പ് ലോസ് ആണ് ഹിറ്റായത്. ഓക്കെ, സെക്കൻഡ് ട്രേഡ് എനിക്ക് പ്രോഫിറ്റിൽ ഹിറ്റായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത്രയാണ് നാളത്തേക്കുള്ള മാർക്കറ്റിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെവൽസ് കാര്യങ്ങളൊക്കെ. ഓക്കെ, അപ്പം താങ്ക് യു ഫോർ വാച്ചിങ്. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഓക്കെ, മാക്സിമം ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.